ഇപ്പം നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിരിക്കുക, ഫ്രണ്ടിൻ്റെ നാട്ടിൽ വന്നിരിക്കുക. ഈ സ്ഥലത്തിൻ്റെ പേര് വീരശിഖാമണി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത്. നല്ല അതിവിശാലമായിട്ടുള്ള വയലൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. എൻ്റെ കൂടെ +2 പഠിച്ചൊരു തമിഴ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ നാട്ടിലെ ഉത്സവമാണ്. അതൊന്ന് കൂടാൻ വേണ്ടി വന്നിരിക്കുക. ഈ കാറിനകത്തിരിക്കുന്ന വ്യക്തിയാണ് എൻ്റെ ഫ്രണ്ട് ചിന്നതുരൈ. നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും ചിന്നതുരൈ ആരാണെന്ന്. വെൽക്കം ടു തമിഴ്നാട്. അങ്ങനെ ചിന്നയുടെ നാടൊക്കെ കേട്ടോ ഈ കാണുന്ന അടിപൊളി സ്ഥലമാണ്. നല്ല വിശാലമായിട്ടുള്ള വയലും അങ്ങനത്തെയൊക്കെ സ്ഥലമാണ്. ഇതിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ചാൽ പാമ്പുകോയിൽ എന്ന് പറഞ്ഞാൽ ഇതിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് എന്നെ വന്ന് വണ്ടിയിൽ പിക്ക് ചെയ്തിട്ട് വരുന്ന വഴിയാണ്. ഇവിടെ നല്ലൊരു വിശാലമായിട്ടുള്ളൊരു വയൽ കണ്ടപ്പോഴത്തേക്കും ഇറങ്ങി നിന്നൊരു വീഡിയോ പറയാൻ തോന്നി. എന്തായാലും നമുക്ക് നമ്മുടെ ചിന്നയുടെ നാട്ടിലെ ഉത്സവവും കാര്യങ്ങളെല്ലാം കറങ്ങി തിരിഞ്ഞ് കാണാം. ചിന്ന പോവാം. ചിന്ന ഭയങ്കര ബിസി ആട്ടോ. കാര്യം ഇപ്പം ചിന്നയാണ് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി പോവാം. അങ്ങനെ ഇവിടുത്തെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റൈലൊക്കെ കണ്ടില്ലേ, ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓടിട്ട ബിൽഡിങ്ങും പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഗ്രില്ലൊക്കെ ചെയ്തിട്ട് തിണ്ണയും അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇവിടെ വൈകുന്നേരമൊക്കെ ചായ കുടിച്ചിട്ടിരിക്കാൻ നൈസായിരിക്കും. ഇതാ നോക്കെ, ഈ വീട് നോക്കെ, കൊള്ളാം. നമുക്ക് ഇതുവഴി കയറിയിട്ടേ വീരശിഖാമണി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ രാവിലെ കടകളൊക്കെ ഓണായിട്ട് വരിക. ഇവിടെ കേട്ട് ചായ, വട, കടി അങ്ങനത്തെ സംഗതികളെല്ലാം റെഡി ആയിട്ടിരിക്കുക. ഇതാ കണ്ടില്ലേ, ഇതാ വടയും പരിപ്പ് വടയും എല്ലാം റെഡി ആയിട്ടിരിക്കുക. ഒരു ചായ, ഒരു വട. എന്തൊക്കെ പറഞ്ഞാലും തമിഴ്നാട്ടിലെ ചായയും വടയും ഒരു സ്പെഷ്യൽ തന്നെ. അങ്ങനെ നല്ല അടിപൊളി ചായയും വടയെല്ലാം കഴിച്ചിട്ടുണ്ട്. എന്തായാലും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എൻ്റെ അമ്മ. എന്തായാലും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഇവിടെ ഇലയും ഒക്കെ ഇരിക്കുന്നു. എന്തായാലും കഴിക്കാൻ കാണുമായിരിക്കാം. നമ്മൾ ചായ കുടിച്ച കടയിൽ ചായയും വടയും സ്നാക്സ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉള്ളായിരുന്നു. സാപ്പിടത്തേക്ക് ഇഡ്ഡലി എടുക്കാം. ഓക്കെ, ഇഡ്ഡലി 7 രൂപ, വട 7 രൂപ. പിന്നെ കുറേ സാധനങ്ങൾ വലിയ പേരുകളാണ്, വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല ചൂട് ഇഡലിയാ. അവിടെ വെച്ചിട്ടുങ്ങ. നേരത്തെ ഒരു വട കഴിച്ചതാ, ഒന്നും കൂടെ കഴിക്കാം. ഇഡലി, വട, ചമ്മന്തി, സാമ്പാർ. ഇത് 3 കൂടെ ആയെങ്കിലേ 4 കൂടെ ആയെങ്കിലേ ഇഡലി, വട, ചമ്മന്തി, സാമ്പാർ 4. എൻ്റെ അമ്മ എന്തൊരു ഫോണടി. ഇത് 4 കൂടെ ആയെങ്കിലേ സെറ്റ് ആവത്തുള്ളൂ. ഭയങ്കര വെയിൽ കേട്ടോ. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് അടിക്കുന്നത്. നമ്മളിങ്ങനെ പറയും കേരളം ഗൾഫ് പോലായി, കേരളം തമിഴ്നാട് പോലായി എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ കേരളത്തിൽ ചൂട് കുറവ് തന്നെ എന്തൊക്കെ പറഞ്ഞാലും. അത് കേരളം വിട്ട് നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കും മനസ്സിലാവും. അതാണ്ട് ക്രിയേറ്റീവായിട്ട് ചെയ്തിരിക്കുക. കാര്യം ഇവർ കിടന്ന് വിളിക്കണ്ടല്ലോ, ഉറക്കെ കിടന്ന് വിളിക്കണ്ട. ഇവിടെ ഓരോ ചക്കയൊക്കെ അരിഞ്ഞിട്ടിരിക്കുക. കിലോ അല്ലേ? കിലോ 120. ഓ, ഇവിടെ അടുത്തായിട്ടൊരു വലിയൊരു അമ്പലത്തിൻ്റെ മതിലൊക്കെ കാണാം. സാധാരണ നമ്മൾ തമിഴ്നാട്ടിൽ കാണാറുള്ള അമ്പലങ്ങളുടെ മതിലിൻ്റെ ആ ഒരു ഡിസൈൻ, ചുമപ്പ് വെള്ള അങ്ങനത്തെ ഒരു കളറ് ഡിസൈനാണ്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡ്. വീരശിഖാമണി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് എഴുതിയിട്ടുണ്ട്, വീരശിഖാമണി എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു തമിഴ്നാടിൻ്റെ ഓർഡിനറി ബസ് വരുന്നുണ്ട്. ശങ്കരൻകോവിൽ പോകുന്ന ബസ്സാട്ടോ ഇത്. ശങ്കരൻകോവിലൊക്കെ തമിഴ്നാട്ടിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. സൂര്യയുടെ അയൺ സിനിമയ്ക്കകത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള യെല്ലോ കളർ അപ്പാച്ചെ, ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേരെല്ലാം ഉണ്ടായിരുന്നു ഈ വണ്ടി. ഈ കാണുന്ന സംഗതി കണ്ടില്ലേ, പരുത്തിയല്ലേ?
ഓ ഇപ്പം പരുത്തിയാണ് ഈ സംഗതി. പരുത്തി. ശരി ശരി. ഇപ്പൊ പേര് ഉങ്ങളോട് പേര്? സുന്ദർ. ശരി. ഈ വീരശിഖാമണി എന്ന് പറയുന്ന സ്ഥലമേ കേരളത്തിന്റെ ബോർഡറിൽ നിന്ന് ഒരു 10-50 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളു. കൊല്ലം ജില്ല ബോർഡർ പങ്കിടുന്നതേ. പിന്നെ ഈ തെങ്കാശിയുടെ പരിസരമൊക്കെ ആയിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്ന വീരശിഖാമണിയും. പിന്നെ കുറേ നാടുകളുണ്ട് തമിഴ്നാട്ടിൻ്റെതായ തനത് ഭംഗിയുള്ള സ്ഥലങ്ങളെ. ഈ തെങ്കാശിയായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് ഒരുപാട് തമിഴ് സിനിമകൾ തെങ്കാശിയിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വെയിലൊരു രക്ഷയില്ല കേട്ടോ, വെയിൽ എൻ്റെ അമ്മോ. അങ്ങനെ ചിന്നയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ ചിന്നയുടെ മാസ് എൻട്രിയാ. ഇതാ ഇവിടെ മട്ടൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള മട്ടനെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക ചിന്ന. എല്ലാവരും വാങ്ങ ആൾവേസ്. അങ്ങനെ കഴുകി നീറ്റാക്കി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക ചിന്ന. ചിന്ന ഇങ്ങോട്ട് നോക്ക്, ഒരു ഹായ് പറ. അങ്ങനെ മട്ടൻ കറിയാ നമുക്ക് ഇന്ന് ഇവിടുത്തെ ഫുഡ്. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം ചിന്നയുടെ വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്ത്. ഭയങ്കര ഒടുക്കത്തെ വെയിലായതുകൊണ്ട് പോയി കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് ഇപ്പൊ നമ്മളിതാ തിരുവിഴ നടക്കുന്ന അമ്പലത്തിന്റെ പരിസരത്തോട്ട് വന്നിരിക്കുക. ഇതാ കണ്ടില്ലേ, പിള്ളേരൊക്കെ കിടന്ന് കളിക്കുന്ന കണ്ടില്ലേ വെയിലത്ത്. എൻ്റെ അമ്മോ സമ്മതിക്കണം. ഇപ്പൊ സമയം എന്താ, നട്ടുച്ചയ്ക്ക് 12:30 ഇവിടെ പിള്ളേരൊക്കെ കളിക്കുന്ന ട്രെയിനിനകത്തൊക്കെ കയറിയിരിക്കുക കണ്ടില്ലേ. എന്താ ഇവിടെയൊക്കെ ആയിട്ട് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കൊച്ചു കൊച്ചു കടകളൊക്കെയാ. ഇവിടെ അമ്പലത്തിന്റെ മണി ഒരു സൈഡിൽ അടിക്കുന്നു, ഐസ്ക്രീമിന്റെ മണി വേറെ സൈഡിൽ അടിക്കുക കണ്ടില്ലേ. അപ്പൊ എവിടൊക്കെയാ ഐസ്ക്രീം എവിടൊക്കെയാ അമ്പലത്തിന്റെ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇവിടെ TVS 50-ക്കകത്ത് കുൽഫി കച്ചവടം. ഒരെണ്ണം കൂടി തന്നെ. നൈസായിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നോക്കേ, നല്ല കുഞ്ഞൊരു ജെയിൻ വീല്. ജെയിൻ വീലിനെ കുഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല, വലുതിനെയല്ലേ ജെയിൻ വീൽ എന്ന് പറയുന്നത്. പക്ഷെ ഇത് കൊള്ളാം അല്ലേ, കറക്റ്റ് 1, 2, 3, 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ജെയിൻ വീല്. ചെറിയൊരു മോട്ടറിനകത്ത് ഇത് കറങ്ങുന്നത്. അമ്പലം ഉത്സവം എന്നൊക്കെ കുറേ നേരം കൊണ്ട് പറയുന്നത്. അമ്പലത്തിൻ്റെ പേരെന്താന്ന് പറഞ്ഞില്ലല്ലേ. കറുപ്പുസ്വാമി കോവിൽ എന്നാ ഈ അമ്പലത്തിൻ്റെ പേര്. അങ്ങനെ ഈ കറുപ്പുസ്വാമി കോവിലിലെ ഉത്സവം എന്ന് വെച്ചാൽ ഒരുപാട് ജനങ്ങൾ വരുന്ന ഉത്സവമൊന്നുമല്ല. ഇവിടെ ഒരു 5-6 ഊരുകളുണ്ട്. അപ്പോഴവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമായത്. ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ പല പല സ്ഥലങ്ങളിലോട്ട് പോയി ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. കേരളത്തിലോട്ടൊക്കെ പോയി ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോഴവരൊക്കെ ഈ ഉത്സവം പ്രമാണിച്ച് നാട്ടിൽ വരും. അങ്ങനത്തെ ഒരു ഉത്സവമാണ് ഈ കറുപ്പുസ്വാമി കോവിലിലെ ഉത്സവം. പിന്നെ ഈ കറുപ്പുസ്വാമി കോവിലിൻ്റെ പരിസരമൊക്കെ കാണാൻ നല്ല തമിഴ്നാടിൻ്റെ വൈബാണ്. ഇഷ്ടം പോലെ പനമരങ്ങളും പിന്നെ ദൂരെയായിട്ട് വലിയ മലനിരകളൊക്കെ ആയിട്ടേ നല്ല അടിപൊളി ഒരു പക്കാ തമിഴ്നാട് വൈബാണ് ഇവിടെ. നമ്മുടെ കാർത്തിയുടെ ഒരു തമിഴ് സിനിമ ഉണ്ടല്ലോ, പരുത്തിവീരൻ. കറക്റ്റ് പരുത്തിവീരൻ വൈബാണ് ഇവിടെ. അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഓരോരോ നാട്ടിൽ നിന്ന് വന്നവർ, ഓരോരോ ഊരിൽ നിന്ന് വന്നവർ ഇതാണെങ്കിൽ കൊട്ടൊക്കെ ആയിട്ട് അവരവരെ നാട്ടിലോട്ട് തിരിച്ചു പോകും. നാടെന്ന് വെച്ചാൽ അടുത്തൊക്കെ തന്നെയുള്ള ഊരാ. അപ്പോഴാ ഊരിലോട്ട് തിരിച്ചു പോകും. അതാണ് പരിപാടി. അപ്പം എന്താ ഈ പോകുന്നവർ ഒരു ഊരിലുള്ളവരാ. അങ്ങനെ പല പല ഊരിൽ നിന്ന് വന്നവരാണ് ഇവിടെ ഉള്ളത്. അപ്പോഴേ ഇതേ കണക്ക് കൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണോ അവരിങ്ങോട്ട് വന്നത് അതേപോലെ തിരിച്ചു പോകും. അപ്പോൾ നമുക്കും തിരിച്ചു പോവാം. ഇങ്ങോട്ട് വന്നത് എൻ്റെ ഫ്രണ്ട് ചിന്ന ഇങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ ഉത്സവവും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇന്നിവിടെ നടക്കുക, വന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. പക്ഷേ ചിന്നയും ചിന്നയുടെ ഫാമിലി എല്ലാം ഈ ഉത്സവത്തിൻ്റെ കാര്യങ്ങളും നടത്തിപ്പൊക്കെ ആയിട്ട് തിരക്കായിട്ട് നിൽക്കുക. അതുകൊണ്ട് ഞാൻ പിന്നെ അവരെ വലുതായിട്ട് വീഡിയോക്കകത്തൊന്നും വരാൻ വേണ്ടി നിർബന്ധിക്കാത്തത്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ തിരുവിഴ കഴിഞ്ഞതിന് ശേഷം അവരവരെ നാട്ടിലോട്ട് തിരിച്ചു മടങ്ങുവാണെന്ന്. ഇതാ കണ്ടില്ലേ, ഒരു എയ്സിനകത്ത് കുറേ ആൾക്കാർ പോകുന്നതൊക്കെ. Regular